ഹണീബി എന്ന ന്യൂജൻ വിജയ ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ലാൽ ജൂനിയറും ഒന്നിച്ച രണ്ടാമത്തെ ചിത്രം. അതൊരു പ്രോമിസിംഗ് കോംബോ ആയിരുന്നെങ്കിലും അവരുടെ ആദ്യ ചിത്രത്തിന്റെ ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല ഈ സിനിമ എന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആൻഡ് ഒടുക്കം തിയേറ്ററിലെത്തിയപ്പോൾ ഈ ഒരു പടം പരാജയമായിരുന്നു എന്നാണ് എന്റെ അറിവ്. ഈ പഴയ ചില റാൻഡം പടങ്ങളെ ഇപ്പൊ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് അതൊരു നല്ല പടമായിരുന്നു, മികച്ച പടമായിരുന്നു, ഓഡിയൻസ് ഫെയിൽഡ് ഇയർ എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രവണതയുള്ള ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഫോർ മീ അന്ന് എനിക്കിത് വർക്കൗട്ട് ആയിരുന്നില്ല. മേ ബി പടം വിചാരിച്ചതിലും ഡാർക്ക് ആയതുകൊണ്ടാവാം. എൻ്റെ അക്കാലത്ത് ആസിഫ് അലിയുടെ സിനിമകൾ സ്ഥിരമായി തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. എന്നാൽ ഹണീബിക്കുണ്ടായിരുന്ന ആ ഒരു എക്സ്ട്രീം റെസ്പോൺസ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് കാരണം അത് പോയി കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ട് അതേ കോംബോയുടെ പടം എന്ന നിലക്കാണ് ഇതും പോയി കണ്ടത്. പക്ഷെ എന്തോ സംഗതി മൊത്തമായിട്ട് അങ്ങ് വർക്കായില്ല. മേ ബി ഇതേ ത്രെഡിന്റെ വേറൊരു വെർഷൻ ആയിരുന്നു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ കോക്ടൈൽ എന്ന ചിത്രം. പക്ഷെ ആ ചിത്രത്തിനുണ്ടായിരുന്ന ഒരു സ്മൂത്ത്നെസ് ഈ പടത്തിനുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സിനിമയിൽ അങ്ങോളം ഇങ്ങോളം ബ്രൂട്ടൽ ആക്ടിവിറ്റീസിലൂടെ വില്ലൻ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പടം അവസാനം എത്തുമ്പോഴേക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ പ്ലേറ്റ് തിരിക്കാനും വില്ലന്റെ പക്ഷമാവാനും സാധിക്കും. ഏതാണ്ട് അതേപോലെ ഒരു സംഗതി തന്നെയാണ് ഈ സിനിമയിലും. ബട്ട് ഇറ്റ് വാസ് നോട്ട് ആസ് സ്മൂത്ത് ആസ് കോക്ടൈൽ. അപ്പോൾ ഈ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തെന്ന് കമന്റ് ചെയ്യുക.